അധിക ജോലിഭാരം കാരണം ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അത്രയും തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്ന് ബാലുവിന്. എല്ലാം കഴിഞ്ഞ് അവൻ റൂമിലെത്തിയപ്പോൾ ഏറെ വൈകി. ഒരു കുളി കഴിഞ്ഞ് നീണ്ടു നിവർന്ന് ബെഡിൽ കിടന്ന ശേഷമാണ് അവൻ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് നോക്കുന്നത്. ഒരുപാട് കോളും മെസ്സേജുകളും. ഫോൺ സൈലൻറ്റിലായിരുന്നതുകൊണ്ട് കോൾ വന്നതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. വിളിച്ചവരിൽ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ബാലു പരിഭ്രമിച്ച് ആദ്യം അമ്മയെ തിരികെ വിളിച്ചു. എവിടായിരുന്നു നീ? എത്ര തവണ വിളിച്ചു? അമ്മ കോൾ എടുത്തയുടനെ ബാലുവിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അമ്മേ, ഇന്ന് ഒരുപാട് വർക്കുള്ള ദിവസമായിരുന്നു. ഞാൻ ഇപ്പോഴാ ഫോൺ ഓൺ ചെയ്ത് നോക്കിയത്. എന്താ പറ്റിയത്? എന്തിനാ എന്നെ ഇത്രയും തവണ എല്ലാവരും കൂടി വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബാലു പരിഭ്രമത്തോടെ ചോദിച്ചു. നിന്റെ അച്ഛനൊരു അപകടം പറ്റി. രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഒരു ബൈക്കുകാരൻ ഇടിച്ചിട്ടു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അത് പറയാനാ രാവിലെ മുതലേ വിളിക്കുന്നത്. നീ ഫോൺ എടുത്തില്ലല്ലോ, അമ്മ പറഞ്ഞു. അയ്യോ അമ്മേ, എന്നിട്ട് അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? വലിയ പരിക്ക് വല്ലതും പറ്റിയോ? കുഴപ്പം വല്ലതും ഉണ്ടോ? ഒരു കൈക്കും കാലിനും ഒടിവുണ്ട്. ദേഹത്തൊക്കെ ചെറിയ മുറിവും. കുറച്ചു നാളത്തേക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു, അമ്മ പറഞ്ഞു. കല്യാണം അടുത്തിരിക്കുന്ന ഈ സമയത്ത് തന്നെ അച്ഛൻ ഇങ്ങനെ പറ്റിയല്ലോ. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാത്തത് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞാൻ അടുത്ത തിങ്കളാഴ്ച ഇവിടുന്ന് തിരിക്കും. അതിനു മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് മാനേജ് ചെയ്യണ്ടേ? അതിൻ്റെ തിരക്കിലാണ് ഞാൻ. അമ്മ അച്ഛനെ നന്നായി നോക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. തിരക്കാണെങ്കിലും ഞാൻ ഫോൺ എടുക്കാൻ ശ്രമിക്കാം. ഒന്നിനും വിഷമിക്കേണ്ട. എന്ത് സഹായത്തിനും എൻ്റെ കൂട്ടുകാർ കാണും അവിടെ. ഞാൻ അവന്മാരെ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ബാലു കോൾ കട്ട് ചെയ്തു. ശേഷം ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരമറിയാൻ അവൻ അവൻ്റെ 1-2 കൂട്ടുകാരെ വിളിച്ച് വിവരം അന്വേഷിച്ചു. ബാലു പറയാതെ തന്നെ അവൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് അവൻ്റെ കൂട്ടുകാർ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടുകാരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം ബാലു ഫോണിൽ മിസ് കോൾ ലിസ്റ്റും മെസ്സേജുകളും പരതി നോക്കി. അവൻ പ്രതീക്ഷിച്ച ഒരാളുടെ കോളോ മെസ്സേജോ പോലും അവന് കാണാൻ കഴിഞ്ഞില്ല. ബാലു ആ ആളെ അങ്ങോട്ട് കോൾ ചെയ്തു. ആ ആള് അവൻ്റെ കാമുകിയും ഭാവി വധുവുമായ ദീപയാണ്. നീ എന്താ ഇതുവരെ ഒരു കോൾ പോലും ചെയ്തില്ലല്ലോ? അച്ഛനെ സംഭവിച്ചതൊന്നും നീ അറിഞ്ഞില്ലേ? കോൾ എടുത്ത ഉടനെ അവളോട് ബാലു ചോദിച്ചു. ഞാൻ അറിഞ്ഞിരുന്നു. ബാലു കുറച്ച് ദിവസത്തേക്ക് തിരക്കിലായിരിക്കും. വിളിച്ചാലും കോൾ എടുക്കാനൊന്നും പറ്റില്ല എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാ ഞാൻ വിളിക്കാത്തത്, ദീപ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഒരു മെസ്സേജെങ്കിലും നിനക്ക് അയച്ചിടാമായിരുന്നു. ഇനിയിപ്പോൾ പോട്ടെ. പിന്നെ അവിടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഒരുവിധം ഒരുക്കങ്ങൾ പൂർത്തിയായി. ബന്ധുക്കളെയും പരിചയക്കാരെയൊക്കെ കല്യാണം ക്ഷണിച്ചു കഴിഞ്ഞു. ഇനി സ്വർണവും കല്യാണത്തിന് കൊടുക്കാനുള്ള സാരിയൊക്കെ പർച്ചേസ് ചെയ്യാൻ പോണം. നാളെ പോകാമെന്നാ അച്ഛൻ പറഞ്ഞത്, ദീപ പറഞ്ഞു. ദീപേ, നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിന്നെ വിവാഹം ആലോചിച്ച് നിന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞതാ, എനിക്ക് സ്വർണമോ പണമോ ഒന്നും വേണ്ട എന്ന്. നിനക്കെൻ്റെ കൂടെ സുഖമായി ജീവിക്കാനുള്ളതെല്ലാം ഞാൻ ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. നിന്നെ വിവാഹം കഴിച്ച ശേഷം നാട്ടിലൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാനുള്ള പണവുമായിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് എന്തിനാ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണമൊക്കെ? വിവാഹ ചിലവിനുള്ള പണം മാത്രം കണ്ടെത്തിയാൽ മതി. കടം വാങ്ങി സ്വർണമൊന്നും എടുക്കാൻ നിൽക്കണ്ട. നിൻ്റെ ചേച്ചിയുടെ വിവാഹം നടത്തിയതിൻ്റെ കടത്തിൽ നിന്ന് അവർ കരകയറി വരുന്നതല്ലേ ഉള്ളൂ. ഇനി ഇതുകൂടിയായാൽ വയസ്സുകാലത്ത് അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ബാലു പറഞ്ഞു. ഞാൻ പറഞ്ഞാലൊന്നും അച്ഛൻ കേൾക്കില്ല. അവരുടെ കടമയാണ് ഇതൊക്കെയെന്ന് പറയും. പിന്നെ തരുന്നതെന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? ചേച്ചിക്ക് കൊടുത്തപ്പോൾ ചേച്ചി വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തായാലും ഒന്നും വേണ്ടാന്ന് പറയാനൊന്നും പോകുന്നില്ല. എടി ദീപേ, എന്നാലും. ബാലു വീണ്ടും എന്തോ പറയാൻ വന്നതും ദീപ അത് കേൾക്കാൻ നിൽക്കാതെ, എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവുക, നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി കോൾ കട്ട് ചെയ്തു. ബാലുവിന് ദീപയുടെ പെരുമാറ്റത്തിൽ അതൃപ്തി തോന്നി. അവൻ ഫോൺ മാറ്റിവെച്ച് ഓരോന്ന് ചിന്തിച്ച് കിടന്നു. ബാലുവും ദീപയും തമ്മിലുള്ള വിവാഹത്തിന് 1 മാസ കാലയളവ് മാത്രമേ ഇനിയുള്ളൂ. അവർ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ടുമുട്ടി പ്രണയത്തിലായവരാണ്. പഠനമെല്ലാം കഴിഞ്ഞ് ബാലുവിന് ഗൾഫിൽ ജോലി കിട്ടി. ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ദീപയുടെ വീട്ടിൽ പോയി അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള കാര്യം ബാലു അവളുടെ അച്ഛനോട് അവതരിപ്പിച്ചിരുന്നു. അച്ഛൻ എതിരൊന്നും പറയാതെ വീട്ടുകാരും ബന്ധുക്കളുമായി ആലോചിച്ച് വിവാഹം നടത്താമെന്ന് ബാലുവിന് വാക്കുകൊടുത്തു.
ആ ധൈര്യത്തിൽ അവൻ ഗൾഫിലേക്ക് പോയി. നല്ല ജോലിയും ശമ്പളവുമായിരുന്നു ബാലുവിനവിടെ. 3 വർഷ കാലയളവിൽ അവിടെ നിന്ന് ജോലി ചെയ്ത് നാട്ടിൽ നല്ലൊരു വീട് വെച്ച് മൂത്ത സഹോദരിയെ വിവാഹം കഴിപ്പിച്ചയച്ച ശേഷം ബാലു തിരികെ നാട്ടിൽ വന്നു. ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹം നിശ്ചയം നടത്തി. 1 വർഷം കഴിഞ്ഞ് ഇരുവരുടെയും വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ചു. ശേഷം ബാലു വീണ്ടും ഗൾഫിലേക്ക് പോയി. വിവാഹത്തിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ നാട്ടിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ബാലു ഇപ്പോൾ. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ബാലു ഗൾഫിലെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് യാത്ര തിരിച്ചു. എയർപോർട്ടിലെത്തിയ അവനെ സ്വീകരിക്കാൻ കൂട്ടുകാർ വന്നിരുന്നു. നേരെ വീട്ടിലേക്ക് വന്ന അവൻ അപകടം പറ്റിക്കിടക്കുന്ന അച്ഛനോടൊപ്പം കുറേ സമയം ചിലവഴിച്ച ശേഷം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഗിഫ്റ്റും സാധനങ്ങളുമായി ദീപയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് എല്ലാവരുമായി ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കുറച്ചു നേരം ദീപയുമായി മാറി നിന്ന് സംസാരിച്ച ശേഷം തിരികെ വീട്ടിലെത്തിയ ബാലു ഒന്ന് കുളിച്ച് ഫ്രഷായി കൂട്ടുകാർക്കൊപ്പം പുറത്തേക്കിറങ്ങി. ചെറുപ്പകാലത്ത് പോയിരിക്കാറുള്ള കവലയിലെ പെട്ടിക്കടയുടെ മുന്നിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ബാലു ഓരോ വിശേഷങ്ങൾ പറഞ്ഞു. ഗൾഫിൽ നിന്ന് വന്നതായതുകൊണ്ടും ഉടനെ വിവാഹം നടക്കാൻ പോകുന്നതുകൊണ്ടും റോഡിലൂടെ പോകുന്ന ബാലുവിനെ പരിചയമുള്ള ആൾക്കാർ ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അവനോട്. അവൻ അതിനെല്ലാം മറുപടി പറഞ്ഞും കൂട്ടുകാരോട് തമാശ പറഞ്ഞും കളിച്ച് ചിരിച്ചിരുന്നു. അതിനിടയിൽ ബാലുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ഫോൺ എടുത്തു നോക്കി അറ്റൻഡ് ചെയ്യാതെ തിരികെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്കിട്ടു. ആരാടാ, ദീപയാണോ? ബാലുവിൻ്റെ അടുത്ത സുഹൃത്ത് ശങ്കർ ചോദിച്ചു. ഹേയ് അല്ലടാ, അമ്മയാ. കോൾ എടുത്താ വീട്ടിലേക്ക് വരുന്നില്ലേന്ന് ചോദിച്ച് സ്വൈര്യം തരില്ല, അതാ ഫോൺ എടുക്കാത്തത്. ദീപ ഇപ്പോൾ പഴയതുപോലെ എന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല, ബാലു നിരാശയോടെ പറഞ്ഞു. അതെന്തു പറ്റി? അങ്ങനെ അല്ലായിരുന്നല്ലോ. എന്തായിരുന്നു ബഹളം? 5 മിനിറ്റ് ഇടവിട്ട് കോള്, മെസ്സേജ്. നീ അവളോട് വഴക്കുണ്ടാക്കി മിണ്ടാതിരുന്നാൽ അത് സോൾവ് ആക്കാൻ എന്നെ വിളിക്കുന്ന കൂടാതെ നിന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് കരയുമായിരുന്നല്ലോ അവൾ. ഇപ്പോൾ എന്തു പറ്റി? അതൊക്കെ പണ്ട്. നിശ്ചയം കഴിഞ്ഞ് ഞാൻ തിരികെ പോയതിന് ശേഷം അവൾ ഇങ്ങനെയാ. പഴയതുപോലെ കോളില്ല, മെസ്സേജില്ല. അഥവാ വിളിച്ചാൽ 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാറില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞ് കോള് കട്ട് ചെയ്യും. പിന്നെ എൻ്റെ ജോലിത്തിരക്കിനിടയിൽ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കാറില്ലായിരുന്നു. പക്ഷേ വിവാഹം അടുത്തിരിക്കുന്ന ഈ സമയത്തും അവളുടെ ആ പെരുമാറ്റത്തിന് മാറ്റമില്ല. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് പഴയ പോലുള്ള സ്നേഹവും താല്പര്യമൊന്നും അവൾക്കിപ്പോൾ എന്നോടില്ല എന്ന്. ബാലു അവൻ്റെ വിഷമം ശങ്കറിനോട് പങ്കുവച്ചു. നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെങ്ങനെ ശരിയാവും? നിങ്ങളുടെ വിവാഹം ഇങ്ങ് അടുത്തില്ലേ? ഈ സമയത്ത് അവൾക്ക് നിന്നോട് സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞാൽ നാളെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ളവരല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ലടാ. ഇന്ന് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഉടനെ അവളെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. 1 വർഷത്തിന് ശേഷം അവളെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ആയിരുന്നു എൻ്റെ മനസ്സ് നിറയെ. പക്ഷെ അവളിൽ എനിക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആരെയോ ബോധിപ്പിക്കാൻ എന്ന രീതിയിൽ മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്ത് ഒരേ നിൽപ്പായിരുന്നു. ഞാൻ ചോദിച്ചതിന് എല്ലാം താല്പര്യമില്ലാത്ത മട്ടിൽ മറുപടി പറഞ്ഞു. നിനക്ക് അപ്പോൾ തന്നെ അവളോട് നേരിട്ട് ചോദിച്ചുകൂടായിരുന്നോ അവളുടെ മനസ്സിൽ എന്താണെന്ന്? ഈ വിവാഹത്തിനോട് എന്തെങ്കിലും താല്പര്യക്കുറവോ ഇഷ്ടക്കേടോ ഉണ്ടോയെന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യാമായിരുന്നില്ലേ? ശങ്കർ പറഞ്ഞു. ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ വളരെ റൂഡായിട്ടാണ് അവൾ എന്നോട് തിരിച്ച് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ ചോദിച്ചാൽ അവൾ എനിക്ക് ദേഷ്യം വരുന്ന രീതിയിൽ സംസാരിച്ചാൽ ഞങ്ങൾ തമ്മിൽ വഴക്കാവും. എന്തിനാ വെറുതെ അവിടെ വെച്ചൊരു സീനുണ്ടാക്കുന്നതെന്ന് കരുതിയാ ഞാനൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോരുന്നത്. അതുമല്ല, ഈ അവസാന നിമിഷം ഞങ്ങൾ തമ്മിൽ ഒരു കശപിശ ഉണ്ടായാൽ അത് വിവാഹത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഞാനെല്ലാം ക്ഷമിക്കുക. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ ഞാനെന്തു പറയാനാ? ബാലു വിഷമത്തോടെ പറഞ്ഞു. നീ വിഷമിക്കേണ്ടടാ. വിചാരിക്കുന്ന പോലെ ഇതിൽ വലിയ കാര്യമൊന്നും കാണില്ല. വിവാഹം അടുത്തു വരുമ്പോൾ ചില പെൺകുട്ടികൾക്ക് പേടിയും ടെൻഷനും ചമ്മലുമൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ കൊണ്ടാവും അവൾ നിന്നോട് അകലം കാണിക്കുന്നത്. വിവാഹം കഴിയുമ്പോൾ എല്ലാം മാറും. നീ ധൈര്യമായി ഇരിക്ക്, ശങ്കർ ബാലുവിനെ സമാധാനിപ്പിച്ചു. അവർ സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ബാലുവിൻ്റെ അമ്മ തുടരെ ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു. ഇനിയും താമസിച്ചാൽ ബാലുവിനെ തിരക്കി അമ്മയുറങ്ങുമെന്ന് തോന്നിയപ്പോൾ
കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് അവൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ ഉടനെ അമ്മ ബാലുവിന് നേരെ ദേഷ്യപ്പെടാൻ തുടങ്ങി. എവിടെയായിരുന്നു ഇതുവരെ നീ? ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അല്ലേ? വീട്ടിലോട്ട് വന്ന് കയറിയില്ല. അതിനു മുമ്പ് കണ്ട തെണ്ടി ചെക്കന്മാരുടെ കൂടെ അവൻ കറങ്ങി നടക്കുക. ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിലൊരു നിലയും വിലയും ഉള്ളവനല്ലേ നീ ഇപ്പോൾ? അത് ആ ചെക്കന്മാരുടെ കൂടെ നടന്ന് നശിപ്പിക്കണോ നിനക്ക്? അമ്മേ, മതി നിർത്ത്. അമ്മ ഇപ്പോൾ തെണ്ടിച്ചക്കന്മാർ എന്ന് പറഞ്ഞവരാണ് ഈ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഓരോന്ന് ചെയ്യുന്നത്. ഞാൻ നാട്ടിലില്ലാത്തതിൻ്റെ എന്തെങ്കിലും വിഷമം നിങ്ങൾ അറിയുന്നോ? അച്ഛന് ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോഴും ആശുപത്രിയിലെ ഓരോ കാര്യങ്ങൾക്ക് ഓടി നടന്നതും അവരാ. നിങ്ങളൊന്നിനും ബുദ്ധിമുട്ടിയില്ലല്ലോ. അപ്പോഴും ഓടി നടന്നതും ഒരു കുറവും അറിയാതെ സഹായിച്ചതും അവരല്ലേ. ഇങ്ങനെ നന്ദിയില്ലാതെ സംസാരിക്കരുതമ്മേ. അമ്മ പറഞ്ഞ നിലയും വിലയും 10 കാശ് കയ്യിൽ വന്നപ്പോഴല്ലേ ഉണ്ടായത്. അതൊന്നും ഇല്ലാതെ നടന്ന കാലമുണ്ടായിരുന്നു എനിക്ക്. അന്നും അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കവരെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ഇനിയും പോകും. അമ്മ വെറുതെ എന്നെ ഈ വീട്ടിൽ തളച്ചിടാനൊന്നും ശ്രമിക്കണ്ട, ബാലു തീർത്ത് പറഞ്ഞു. ഹോ, അല്ലേലും ഞാൻ പറയുന്നതിനൊന്നും നീ ഒരു വിലയും തരില്ലല്ലോ. നോക്കിക്കോടാ, നീ ഈ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കൂട്ടുകാർ ഒരു ദിവസം നിനക്ക് ബാധ്യതയാകും. അന്ന് നീ ഇങ്ങനെ തന്നെ പറയണം. അമ്മ പറയുന്നതൊന്നും അധികം കാര്യമാക്കാതെ ബാലു അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം മുതൽ കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ പോവുകയും വിവാഹ പർച്ചേസും മറ്റു കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ അങ്ങനെ മുന്നോട്ടു പോയി. അങ്ങനെ വിവാഹ ദിവസം ഇങ്ങടുത്തെത്തി. ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ബാലു കൂട്ടുകാരെയെല്ലാം ക്ഷണിച്ച് ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് ഒരു ബാച്ചലർ പാർട്ടി അറേഞ്ച് ചെയ്തു. എല്ലാവരും കൂടി വെള്ളമടിയും പാട്ടും ഡാൻസും ഒക്കെയായി ആകെ ഒരു അടിച്ചുപൊളി മൂഡിലായിരുന്നു. പാർട്ടി ഏതാണ്ട് അവസാനിക്കാറായപ്പോഴാണ് അവിടേക്ക് അർജുൻ കയറി വന്നത്. അവൻ ബാലുവിൻ്റെ പഴയൊരു സുഹൃത്താണ്. ആളൊരു തല്ലിപ്പൊളിയായതുകൊണ്ട് അവൻ്റെ ചില പ്രവൃത്തികളും രീതികളും ഇഷ്ടമല്ലാത്തതുകൊണ്ടും ഇപ്പോൾ അവനുമായി പഴയ സൗഹൃദം ബാലുവിന് ഇല്ലായിരുന്നു. എന്നാലും വിവാഹമായതുകൊണ്ട് ബാലു അർജുനെ ദേഷ്യം മറന്ന് വിവാഹത്തിന് ക്ഷണിച്ചു, കൂടെ പാർട്ടിക്കും. ഹോട്ടൽ റൂമിലേക്ക് അവൻ കയറി വന്നതും ബാലു അവനെ അകത്തേക്ക് ക്ഷണിച്ചു. നീ എന്താ ഇത്രയും വൈകിയത്? ഇവിടെ പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് നേരമായല്ലോ എന്ന് പറഞ്ഞ് ബാലു അർജുനെ കൂട്ടത്തിൽ പിടിച്ചിരുത്തി. ഇത് ശങ്കറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ ബാലുവിനെ മാറ്റി നിർത്തി അർജുനെ ക്ഷണിച്ചു വരുത്തിയതിനെ കുറ്റപ്പെടുത്തി. നീ എന്തിനാ അവനെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്? നിനക്കറിയാലോ അവൻ്റെ സ്വഭാവം. അവൻ എന്തെങ്കിലും വള്ളിക്കെട്ടുണ്ടാക്കി വെക്കും, അത് നമ്മുടെ തലയിലാവും. അതുകൊണ്ട് നീ അവനെ അധിക നേരമൊന്നും പിടിച്ചിരുത്താതെ 2 പെഗ് കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. എടാ, അതിനവനിപ്പോൾ പഴയ പോലെ അങ്ങനെ മോശം പരിപാടികൾക്കൊന്നും പോകുന്നില്ല. ജോലി ചെയ്ത് കുടുംബം നോക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അവൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. പഴയ കാര്യങ്ങൾക്കൊക്കെ സോറി പറഞ്ഞു. ഒരുപാട് സങ്കടപ്പെട്ടു. കല്യാണത്തിന് ഇതുവരെ ക്ഷണിക്കാത്തതിൽ പരിഭവവും പറഞ്ഞു. പഴയ പോലെ ഒരു കുഴപ്പവും അവൻ ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞു. എത്രയൊക്കെ ആയാലും ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേടാ നമ്മൾ. അതുകൊണ്ട് കല്യാണത്തിനും ഈ പാർട്ടിക്കും ഞാൻ അങ്ങ് ക്ഷണിച്ചു അവനെ. അവൻ നന്നായി എന്ന് അവനല്ലേ പറഞ്ഞത്. ദൈവത്തിനറിയാം സത്യാവസ്ഥ. ഇതുവരെയുള്ള പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ അവൻ നന്നാവാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ. വെള്ളമടിച്ച് അവരുണ്ടാക്കിയ കേസിനും പെണ്ണു വിഷയത്തിനുമൊക്കെ ഒരു തെറ്റും ചെയ്യാത്ത നമുക്കും കൂടി ചേർത്ത പേരുദോഷം കേട്ടത്. അവസാനം കോളേജ് പ്രോഗ്രാമിൻ്റെ അന്ന് അവിടെ വെച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടിയോട് വെള്ളമടിച്ച് മോശമായി പെരുമാറിയതിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അവനെ തല്ലിച്ചതച്ച് ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണ്ടാന്ന് വെച്ചത്. എന്നിട്ടും വീണ്ടും എന്തിനാടാ? ശങ്കർ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേടാ, വിട്ടേക്ക്. അവൻ സോറി പറഞ്ഞല്ലോ. ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടല്ലേ. അവൻ ഇനി അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കില്ല. അഥവാ അങ്ങനെ കാണിച്ചാൽ പഴയതുപോലെ തല്ലും കൊടുത്ത് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ, ബാലു പറഞ്ഞു. ഓ, നിന്റെ ഇഷ്ടം. അവസാനം അവൻ കാരണം വേണ്ടാത്ത പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. അവർ സംസാരം അവസാനിപ്പിച്ച് പാർട്ടിയിൽ പങ്കുചേർന്നു. ശങ്കറും മറ്റു കൂട്ടുകാരും നന്നായി മദ്യപിച്ച് ബോധം മറഞ്ഞ് ഉറങ്ങി. ബാലു മദ്യപിക്കാറില്ല. കൂട്ടുകാർക്ക് വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു പാർട്ടി അവൻ അറേഞ്ച് ചെയ്തത്. എല്ലാവരും നല്ല ഉറക്കത്തിലായി എന്ന് മനസ്സിലാക്കി ഫോണിൽ വീഡിയോ കണ്ടിരുന്ന ബാലുവിൻ്റെ അടുത്തേക്ക് അർജുൻ വന്നിരുന്നു. പഴയതുപോലെ തന്നെ നീ.
ഒരു മാറ്റവുമില്ല. ഞാൻ കരുതി നാട് വിട്ട് മറ്റൊരിടത്ത് പോയപ്പോൾ പഴയ ശീലങ്ങളെല്ലാം മാറ്റി നിനക്ക് കുറച്ചൊക്കെ മദ്യപാനം വശപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അർജുൻ പറഞ്ഞു. പല മാറ്റങ്ങളും ഉണ്ടായി, പക്ഷെ എനിക്കിതുവരെ മദ്യത്തോട് താല്പര്യം തോന്നിയിട്ടില്ല. അല്ല, നിനക്കിതെന്തു പറ്റി? ഒറ്റയിരിപ്പിന് ഒരു കുപ്പിയൊക്കെ അകത്താക്കുന്ന നീ കുറച്ചേ കഴിച്ചോളല്ലോ. പാർട്ടിക്കും താമസിച്ചാണ് വന്നത്. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബാലു ചോദിച്ചു. പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പഴയ സ്വഭാവമെല്ലാം മാറ്റി ഞാൻ നന്നായി എന്ന്. അതിന് കാരണം ഒരു പെൺകുട്ടിയാണ്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഞാൻ നന്നാവാൻ തീരുമാനിച്ചത്. ആഹാ, ഇതിനിടയിൽ അങ്ങനെ ഒരു ക്യാരക്ടറുണ്ടോ? പറ കേൾക്കട്ടെ. നിന്നെ മാറ്റിയെടുക്കണമെങ്കിൽ ആ കുട്ടി ഒരു പുലി തന്നെയാണ്. ആരാടാ അവൾ? ബാലു ചോദിച്ചു. നിനക്ക് പറഞ്ഞാൽ അറിയാം. അവൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാ. ഈ ഇടയ്ക്ക് ഒരു വണ്ടി ആക്സിഡൻറ്റ് പറ്റി മരിച്ച സാവിത്രി എന്ന സ്ത്രീയെ നിനക്കറിയില്ലേ? അവരുടെ മകളാണ്. പേര് കാവ്യ. ഹാ, എനിക്കറിയാം അവരെ. ഞാൻ ഗൾഫിലായിരുന്ന ടൈമിലല്ലേ അവർ വണ്ടി തട്ടി മരിച്ചത്? ശങ്കർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. എടാ, അവരാ ഗുണ്ടാപ്പണിക്ക് നടക്കുന്ന സാബുവിൻ്റെ ഭാര്യയല്ലേ? അവർക്കൊരു മോളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിതുവരെ ആ കുട്ടിയെ കണ്ടിട്ടില്ല, ബാലു പറഞ്ഞു. കാണാൻ സുന്ദരിയ. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. പക്ഷേ സൗന്ദര്യത്തെക്കാളും എന്നെ ആകർഷിച്ചത് അവളുടെ മനസ്സാ. ഒരു പാവമ്മ. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നൊരു കുറവ് മാത്രമേ അവൾക്കുള്ളൂ, അർജുൻ വിഷമത്തോടെ പറഞ്ഞു. എന്താടാ, നീ ആകെ വിഷമിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ബന്ധം അറിഞ്ഞ് അയാൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? ബാലു ചോദിച്ചു. ഹേയ്, അയാളെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ആ പഴയ ശൗര്യവും ആരോഗ്യമൊന്നും ഇപ്പോൾ അയാൾക്കില്ല. പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞ് ചാറൂറ്റിയെടുത്ത അയാളെ ഇപ്പോൾ ഒന്നിനും കൊള്ളില്ല, ആർക്കും വേണ്ട. ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി. സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ കിടപ്പറയിലേക്ക് പറഞ്ഞു വിട്ട് ആ കാശ് കൊണ്ട് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു അയാൾ. അയാളുടെ കൂടെയുള്ള നശിച്ച ജീവിതം മടുത്തിട്ട് മനഃപൂർവ്വം വണ്ടിക്ക് മുന്നിലേക്ക് ചാടി മരിച്ചതാണ് ആ സ്ത്രീ, അർജുൻ പറഞ്ഞു നിർത്തി. അയ്യോ, കഷ്ടം തന്നെ. ഇവനൊക്കെ ഒരു ആണാണോ? ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ കുറേ ജന്മങ്ങൾ. ബാലുവിന് ദേഷ്യം വന്നു. ഇപ്പോൾ അതൊന്നുമല്ലടാ പ്രശ്നം. ആ സ്ത്രീ മരിച്ചതോടെ അയാളുടെ വരുമാനം നിന്നില്ലേ? ഇപ്പോൾ അയാളുടെ ലക്ഷ്യം കാവ്യാണ്. സ്വന്തം മകളാണ് എന്ന സെൻറ്റിമെൻറ്റ്സ് ഒന്നും അയാൾ കാണിക്കില്ല. അവളെയും കൊണ്ട് നടന്ന് അയാൾ വിൽക്കും. അവൾ എൻ്റെ പെണ്ണ. ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അർജുൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എടാ, നീ വിഷമിക്കാതെ. നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഒന്നും നോക്കണ്ട, വിളിച്ചിറക്കിക്കൊണ്ടുവാ. ആ നശിച്ച ചുറ്റുപാടിൽ നിന്ന് ഒരു പെൺകുട്ടി രക്ഷപ്പെടുന്ന കാര്യമായതുകൊണ്ട് നിനക്ക് എന്ത് സഹായത്തിനും ഞാനുണ്ടാകും. ഇത് ബാലുവിൻ്റെ വാക്കാണ്. എടാ ബാലു, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതെല്ലാം ക്ഷമിച്ച് നീ എന്നെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നില്ലേ? നീയാടാ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞ് അർജുൻ ബാലുവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ബാലു അവനെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് അർജുൻ ഒരു ഫോൺ കോൾ വന്നത്. വിളിച്ചത് അവൻ്റെ മറ്റൊരു സുഹൃത്താണ്. അർജുൻ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. കോളിൻ്റെ മറുവശത്തു നിന്ന് സുഹൃത്ത് പറയുന്നത് കേട്ട് അർജുൻ പരിഭ്രമിച്ചു. ഞാൻ ഉടനെ അവിടെ എത്താം എന്ന് പറഞ്ഞ് അർജുൻ കോൾ കട്ട് ചെയ്തു. ബാലുടാ, എനിക്ക് ഉടനെ പോണം. സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ലേ എനിക്കെല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അർജുൻ വെപ്രാളപ്പെടാൻ തുടങ്ങി. എന്താടാ പ്രശ്നം? ആരാ വിളിച്ചത്? നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? ബാലു ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത്. കാവ്യയുടെ അച്ഛൻ അവളെയും കൊണ്ട് സിറ്റിയിലുള്ള ഒരു ലോഡ്ജിൽ വന്നിട്ടുണ്ട്. അവളെ ഏതവനോ കാഴ്ച വെക്കാൻ വേണ്ടിയാ. അയാളെ കൊന്നിട്ടാണെങ്കിലും എൻ്റെ കാവ്യയെ എനിക്ക് രക്ഷിക്കണം. എനിക്ക് ഉടനെ പോണം എന്ന് പറഞ്ഞ് അർജുൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. നീ നിൽക്ക്, ഞാനും വരാം എന്ന് പറഞ്ഞ് ബാലു അർജുനൊപ്പം ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി. അവർ ബാലുവിൻ്റെ കാറുമെടുത്ത് പുറപ്പെട്ട് ലോഡ്ജിൽ എത്തിച്ചേർന്നു. അർജുൻ്റെ സുഹൃത്ത് വിവരമറിയിച്ചതുപോലെ ആ ലോഡ്ജിലെ 112-ാം മുറിയിൽ കാവ്യ ഉണ്ടെന്ന് അവർ അന്വേഷിച്ചറിഞ്ഞു. അർജുനും സാബുവും ഓടി അവിടേക്ക് എത്തിയപ്പോൾ ആ മുറിയിൽ നിന്ന് കുറച്ചു മാറി വരാന്തയിൽ ഒരു സിഗരറ്റും കത്തിച്ച് വലിച്ചു നിൽക്കുന്ന സാബുവിനെയാണ് അവർ കണ്ടത്. മുറിക്കുള്ളിൽ നിന്ന് കാവ്യയുടെ നിലവിളി ശബ്ദവും. പാഞ്ഞെത്തിയ അർജുനും ബാലുവും സാബുവിനെ ആക്രമിക്കാൻ തുടങ്ങി. തല്ലി നിലത്തേക്ക് വീഴ്ത്തി അവിടെയിട്ട് ചവിട്ടിത്തേച്ചു. അതിനിടയിൽ കാവ്യയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട്
ബാലു ഓടിച്ചെന്ന് ആ മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നു. വാതിൽ ചവിട്ടി തുറന്ന് കയറി വരുന്ന ബാലുവിനെ കണ്ടയുടൻ ബലാത്കാരമായി പിടിച്ചു വെച്ചിരുന്ന ആളുടെ പിടിയിൽ നിന്ന് കുതറി മാറിയ കാവ്യ ബാലുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്നെ രക്ഷിക്കണേ ചേട്ടാ എന്ന് പറഞ്ഞ് ഭയന്ന കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ബാലു അവളെ സമാധാനിപ്പിച്ച് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വന്ന് കാവ്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തല്ലാൻ തുടങ്ങി. ചുറ്റും ആളുകൂടി ആകെ പ്രശ്നമായി. സംഭവം കൂടുതൽ വഷളാവും മുൻപ് അർജുൻ ബാലുവിനെയും കാവ്യയെയും കൂട്ടി ആ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി. അർജുൻ അവരെയും കൊണ്ട് നേരെ പോയത് മറ്റൊരു ഹോട്ടലിലേക്കാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് കാവ്യയുമായി കയറി ചെന്നാൽ അമ്മ ദേഷ്യപ്പെടും, വീട്ടിൽ കയറ്റില്ല എന്ന് ന്യായീകരണം വിളമ്പി അർജുൻ ബാലുവിനെയും കാവ്യയെയും കൂട്ടി ആ ഹോട്ടലിൽ ഒരു റൂം എടുത്ത് അവരെയും കൊണ്ട് റൂമിലേക്ക് പോയി. കാവ്യ വല്ലാതെ ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരേ കരച്ചിൽ തന്നെ. ബാലു അർജുനോട് അവളുടെ കൂടെ ചെന്നിരുന്ന് ആശ്വസിപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അർജുൻ അതിന് വിസമ്മതിച്ചു. ബാലു പോകാൻ തയ്യാറെടുത്ത് അർജുനെ മാറ്റി നിർത്തി സംസാരിച്ചു. വേറെ സീനൊന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ? ഇനി നീ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമല്ലേ? ബാലു ചോദിച്ചു. ആ, കൊണ്ടുപോകണം. അതിനാദ്യം എൻ്റെ വീട്ടിൽ ചെന്ന് അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാനുള്ള അനുവാദം വാങ്ങണം. നേരിട്ട് അവളെയും കൊണ്ട് ചെന്ന അമ്മ ചിലപ്പോൾ ഇറക്കി വിടും. ഞാൻ പോയി അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാം. പക്ഷേ അവളെ ഇവിടെ തനിച്ചാക്കി പോകാൻ എനിക്കൊരു മടി. വിഷമത്തിൽ അവളെന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാലോ? വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് വേറെ അടുത്ത കൂട്ടുകാരും ഇല്ല. ദേ കണ്ടില്ലേ, കരച്ചിലോട് കരച്ചിൽ തന്നെ. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പോകും? അർജുൻ വിഷമത്തോടെ പറഞ്ഞു. ശരി, എന്തായാലും കാര്യങ്ങൾ ഇതുവരെ ആയില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിൽക്കാം. നീ പോയി അമ്മയോട് സംസാരിച്ച് അവളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്ക്. അധികം വൈകാതെ വരണം, ബാലു പറഞ്ഞു. താങ്ക്സ് എടാ അളിയ, നീ ഈ ചെയ്യുന്ന സഹായങ്ങൾക്ക് എന്നും നന്ദിയുള്ളവനായിരിക്കും ഞാൻ പോയിട്ട് ഉടനെ വരാം. കാവ്യ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. വരുന്ന വഴി അവൾക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടി വാങ്ങിയിട്ട് വരാം ഞാൻ എന്ന് പറഞ്ഞ് അർജുൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി. അർജുൻ പോയി കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ബാലു ഫോൺ എടുത്ത് ദീപയെ വിളിച്ചു. എത്ര വിളിച്ചിട്ടും ദീപ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വെച്ച് കാവ്യയുടെ അടുത്തേക്ക് ചെന്നു. കാവ്യ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടി, നീ ഇങ്ങനെ കരയാതെ നടന്നതെല്ലാം ഒരു ദുസ്വപ്നം പോലെ കണ്ട് മറന്നേക്ക്. ഇനി നിന്റെ ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നീ സേഫ് ആയിരിക്കും. അർജുൻ നിന്നെ പൊന്നുപോലെ നോക്കും. ബാലു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കാവ്യ കണ്ണുനീർ തുടച്ചുകൊണ്ട് ബാലുവിനെ നോക്കി. അവൻ പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലാകാത്ത മട്ടിൽ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. അപ്പോൾ ഡോറിൽ ആരോ മുട്ടി വിളിച്ചു. ഇവൻ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? ചിലപ്പോൾ കാവ്യയ്ക്ക് കഴിക്കാനുള്ള ആഹാരവും വാങ്ങിക്കൊണ്ട് വന്നതാവും എന്ന് പറഞ്ഞ് ബാലു നടന്നു ചെന്ന് ഡോർ തുറന്നു. വന്നത് അർജുനായിരുന്നില്ല, പോലീസായിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ ബാലു അമ്പരന്നു. അവരോട് എന്താണ് കാര്യം എന്ന് തിരക്കി. അവർ ബാലുവിനോട് ഒന്നും വിശദീകരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് ഇടിച്ചു കയറി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ബെഡിലിരിക്കുകയായിരുന്ന കാവ്യയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വലിച്ച് മുന്നോട്ട് നിർത്തി. സാർ, എന്തൊക്കെയാ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ബാലു ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. നിനക്കൊന്നും അറിയില്ല അല്ലേടാ? ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് രഹസ്യമായി ഹോട്ടൽ റൂം എടുത്ത് പരിപാടി നടത്തിയിട്ട് അവൻ അഭിനയിക്കുന്നു. നടക്കടാ പോലീസ് സ്റ്റേഷനിലേക്ക്. ഒരു പോലീസുകാരൻ ബാലുവിന് നേരെ ആക്രോശിച്ചു. അപ്പോഴേക്കും അവിടെ ചുറ്റും ആൾക്കാർ കൂടിയിരുന്നു. കുറച്ചുപേർ ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പോലീസുകാർ അവർ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നടന്ന സംഭവം മുഴുവൻ ബാലു പലതവണ പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടും അവർ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവരെ രണ്ടുപേരെയും അവർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ബാലുവിൻ്റെ വീട്ടുകാരെയും കൂടെ കാവ്യയുടെ അച്ഛനെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. 2 ദിവസം മാത്രമേ ഉള്ളൂ ബാലുവിൻ്റെ വിവാഹത്തിന്. അതുകൊണ്ട് തന്നെ ബാലുവിൻ്റെ വീട്ടുകാർ പോലീസിന് കൈക്കൂലി കൊടുത്ത് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്തു. പെൺകുട്ടിക്കും വീട്ടുകാർക്കും പരാതിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകി കേസ് ഒഴിവാക്കാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. കാവ്യയുടെ അച്ഛന് അത് സമ്മതമായിരുന്നു. പണവും കിട്ടും, മകളെ വെച്ച് തുടർന്ന് ബിസിനസ്സും ചെയ്യാമെന്ന ചിന്തയായിരുന്നു അയാൾക്ക്. എന്നാൽ കാവ്യയുടെ അവസ്ഥ അറിയാവുന്ന ബാലു അങ്ങനെയൊരു ഒത്തുതീർപ്പിന് സമ്മതിച്ചില്ല.
കാവ്യയെ അവളുടെ അച്ഛൻ്റെ കൂടെ അയക്കാൻ പറ്റില്ല എന്ന് അവൻ വാശി പിടിച്ചു. നടന്ന സംഭവവും അർജുനെ പറ്റിയുള്ള കാര്യങ്ങളും അവൻ പറഞ്ഞു. അവർ പ്രണയിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അർജുൻ്റെ കൂടെ കാവ്യയെ അയച്ചാൽ മതിയെന്നും ബാലു ആവശ്യപ്പെട്ടു. പോലീസുകാർ അവളോട് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ കൂടെ പോകാൻ താല്പര്യമില്ല എന്ന് കാവ്യ അറിയിച്ചതുകൊണ്ട് ബാലുവിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് അർജുനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പോലീസുകാർ വിളിച്ച് അല്പസമയത്തിനുള്ളിൽ അർജുൻ സ്റ്റേഷനിലെത്തി. കാവ്യയെ വിവാഹം കഴിച്ച് കൂടെ കൊണ്ടുപോകാൻ തയ്യാറാണോ എന്ന പോലീസുകാരുടെ ചോദ്യത്തിന് മറ്റൊരു പുരുഷൻ്റെ കൂടെ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് റെയ്ഡിൽ പിടിച്ച് ചീത്തപ്പേര് കിട്ടിയ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് അർജുൻ മറുപടി പറഞ്ഞു. അവൻ്റെ ആ മറുപടി കേട്ട് ദേഷ്യം കയറിയ ബാലു പരിസരം മറന്ന് ഓടി വന്ന് അർജുനെ ആക്രമിച്ചു. പോലീസുകാർ അവനെ പിടിച്ചു മാറ്റി. എടാ നായേ, സത്യാവസ്ഥ എന്താണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് നിനക്കറിയാം. എന്നിട്ടും നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി? ഈ പാവം പെണ്ണിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടും നിനക്കെങ്ങനെ കൈവിടാൻ തോന്നുന്നു? പഴയതെല്ലാം മറന്ന് നിന്നെ സഹായിക്കാനിറങ്ങിയ എന്നോട് തന്നെ നീ ഇത് ചെയ്യണം. ശങ്കർ എന്നോട് തുടക്കത്തിലെ പറഞ്ഞതാ നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല, നീ വെറും ചെറ്റയാണെന്ന്. അത് നീ തെളിയിച്ചു. ഇനി എൻ്റെ കൺമുന്നിലെങ്ങാനും നിന്നെ കണ്ടുപോയാൽ അന്ന് നിൻ്റെ അവസാനമടാ. ബാലു അർജുന് നേരെ ആക്രോശിച്ചു. മതി മതി, ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കണ്ട. കാര്യങ്ങൾ ഒത്തുതീർപ്പ് രീതിയിൽ പോകുവാണെങ്കിൽ ആർക്കും പരാതിയില്ലെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കാം. പെൺകുട്ടി അച്ഛനോടൊപ്പം പോട്ടെ. നഷ്ടപരിഹാരമായിട്ട് ഒരു മാന്യമായ തുക അവരെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായല്ലോ. ആർക്കും എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരോടുമായി ചോദിച്ചു. എല്ലാവരും നിശബ്ദരായി നിന്നു. ശരി, കുട്ടി എന്നാൽ പരാതിയൊന്നുമില്ലെന്ന് വന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പൊക്കോ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാവ്യയോട് പറഞ്ഞു. അത് കേട്ട് കാവ്യ ദയനീയമായി ബാലുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും നോക്കി. ശേഷം അവൾ നടന്നു മുന്നോട്ട് ചെന്ന് പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ബാലുവിനെന്തോ ആകെ ഒരു സങ്കടം. അവളെ അറിഞ്ഞുകൊണ്ട് ദുരിതത്തിലേക്ക് തള്ളിവിടാൻ അവൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അവൻ മുന്നോട്ട് വന്നു നിന്നു. വേണ്ട, കാവ്യ ഒന്നിലും എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവളെ അവളുടെ അച്ഛൻ്റെ കൂടെ അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ പേര് കൂട്ടിച്ചേർത്തല്ലേ അവൾക്കിപ്പോൾ ഒരു ചീത്തപ്പേര് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. ഞാൻ കാവ്യയെ വിവാഹം കഴിച്ചോളാം, ബാലു പറഞ്ഞു. അവൻ്റെ ആ തീരുമാനം കേട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ അതിനെ എതിർത്തു. ഈ വിവാഹം നടത്താൻ പറ്റില്ല എന്ന് അവിടെ വെച്ച് ബാലുവിൻ്റെ അമ്മയും ഒരുപാട് വാശി പിടിച്ചു. ആരെതിർത്താലും കാവ്യയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും, വിവാഹം കഴിക്കും എന്ന് ബാലു തീർത്തു പറഞ്ഞു. പോലീസുകാർ ചോദിച്ചപ്പോൾ ബാലുവിൻ്റെ കൂടെ പോകുന്നതിൽ കാവ്യയ്ക്ക് എതിർപ്പൊന്നുമില്ല എന്ന് അറിയിച്ചു. അതോടെ ബാലു കാവ്യയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. നടക്കുന്നതിനിടയിൽ ബാലു അർജുനെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു. അവൻ പോയ ശേഷം വിജയഭാവത്തിൽ അർജുൻ പുഞ്ചിരിച്ചു. ആ ചിരിയുടെ മറവിൽ എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങൾ അവൻ ഒളിപ്പിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കാവ്യയും കൂട്ടി ബാലു നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങിയിരുന്നു. കാവ്യയെ അവൻ്റെ റൂമിലെത്തിച്ച് ദീപയ്ക്ക് കൊടുക്കാൻ വാങ്ങിവെച്ച വിവാഹ പുടവ എടുത്ത് കാവ്യയ്ക്ക് നേരെ നീട്ടി കുളിച്ച് അത് ഉടുത്തു വരാൻ ബാലു കാവ്യയോട് ആവശ്യപ്പെട്ടു. അവൾ അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ മടിച്ച് തല കുനിച്ചു നിന്നു. നീ മടിച്ചു നിൽക്കാതെ ഇത് വാങ്ങ്. നടന്നതെല്ലാം മറന്നേക്ക്. മറ്റൊന്നിനെ പറ്റിയും ഇപ്പോൾ ചിന്തിക്കേണ്ട. നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നു, അത് മാത്രം ചിന്തിച്ചാൽ മതി. ബാലു വീണ്ടും പറഞ്ഞിട്ടും കാവ്യ അത് വാങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് കണ്ട് ദേഷ്യം വന്ന ബാലു, ഇത് വാങ്ങി മര്യാദയ്ക്ക് പോയി ഉടുത്തിട്ട് വാടി എന്ന് ശബ്ദമുയർത്തി ദേഷ്യപ്പെട്ട് കാവ്യയോട് പറഞ്ഞു. അവൻ്റെ അരിശം കണ്ട് ഭയന്ന അവൾ സാരി വാങ്ങി. അവളോട് റെഡിയായി നിൽക്കാൻ ആവശ്യപ്പെട്ട് ബാലു അവനുള്ള ഡ്രസ്സുമെടുത്ത് ആ റൂമിൽ നിന്ന് ഇറങ്ങി മറ്റൊരു റൂമിലേക്ക് കയറി. ബാലു ആവശ്യപ്പെട്ടതുപോലെ കാവ്യ സാരി ഉടുത്ത് റെഡിയായി നിന്നു. ബാലു റെഡിയായി തിരികെ റൂമിലേക്ക് വന്ന് വിവാഹ ദിവസം ദീപയ്ക്ക് ചാർത്താൻ വാങ്ങി വെച്ചിരുന്ന താലിയും മാലയും വെച്ചിരുന്ന ബോക്സ് തുറന്നു. അത് കണ്ടപ്പോൾ ദീപയെക്കുറിച്ചോർത്ത് അവൻ്റെ മനസ്സൊന്ന് പതറി. പക്ഷേ മുന്നിൽ മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ മനസ്സിനെ കല്ലാക്കി ബാലു താലിയും മാലയും കയ്യിലെടുത്തു. കാവ്യയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി അടുത്തുള്ള ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വിവാഹം നടത്താനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഈശ്വരനു മുന്നിൽ കാവ്യയ്ക്ക് താലി ചാർത്താൻ ബാലു തയ്യാറെടുത്തു.
കാവ്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ഭാര്യയാകാൻ ഇതുവരെ അവളുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. കൺമുമ്പിൽ തുടരെ തുടരെ ഉണ്ടായ സംഭവങ്ങൾ അവളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയിരുന്നു. പ്രതികരിക്കാനുള്ള ശക്തിയും നഷ്ടപ്പെട്ടിരുന്നു അവൾക്ക്. എതിർത്തെന്തെങ്കിലും പറയാനുള്ള അവസരം പോലും നൽകാതെ അപ്പോഴേക്കും ബാലു താലി കെട്ടി അവളെ അവൻ്റെ ഭാര്യയാക്കി കഴിഞ്ഞിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവളെയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യമായി വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ചടങ്ങും ആരും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. പകരം അവർ വരുന്നത് കണ്ട് വീട്ടിലുണ്ടായിരുന്നവർ മുഖം തിരിച്ച് പോവുകയാണ് ഉണ്ടായത്. കാവ്യയ്ക്ക് അത് ഒരുപാട് വിഷമമായി. ഇത്രയും പ്രശ്നങ്ങളുണ്ടായി നടന്ന വിവാഹമായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ആദ്യം പ്രതികരിക്കൂ, പിന്നീട് പതിയെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ബാലു അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ ബാലുവിൻ്റെ അമ്മയ്ക്ക് ബാലു കാവ്യയെ വിവാഹം ചെയ്തത് അവർക്കുണ്ടായതിൽ വെച്ച് വലിയൊരു അപമാനമായിട്ടാണ് തോന്നിയത്. തൻ്റെ മരുമകളായി ഒരിക്കലും കാവ്യയെ അംഗീകരിക്കില്ല എന്ന് അവർ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു.